ഇതൊരു പഴമാങ്ങ ചാറുകറി. അതായത് പഴമാങ്ങ തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ടു, പച്ചമുളക് കീറിയിട്ടു, ഉപ്പിട്ടു, മഞ്ഞളിട്ടു. ഇത് അല്പനേരം അടച്ചു വെച്ച് വേവിക്കും. തിളയ്ക്കുമ്പോൾ ഇടയ്ക്ക് കൊടുക്കുന്നത് നന്നായിരിക്കും, ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം അടിക്ക് പിടിക്കാതിരിക്കാൻ. അല്ലെങ്കിൽ പഴമാങ്ങ ഒരു വശമൊക്കെ കരിഞ്ഞിരിക്കുന്നത് കാണാം. പഴമാങ്ങ ചാറുകറിക്ക് വേണ്ടി തേങ്ങ, ഉള്ളി, വെളുത്തുള്ളി, ഒരല്പം ജീരകം, ഇതൊക്കെ വേണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ എൻ്റെ കലയ്ക്കനുസരിച്ച് അങ്ങ് ഉണ്ടാക്കുന്നു, അത്രമാത്രം. ഇത് ഞാൻ മിക്സിയിലിട്ട് അല്പമല്ല നന്നായിട്ടൊന്ന് അരച്ചെടുക്കും. നല്ല തൈര് പോലെ, തൈര് ഇങ്ങനെ ഇരിക്കുന്നത് നല്ല വെണ്ണ പോലല്ലേ ഇരിക്കുന്നത്, അതുപോലെ അരച്ചെടുക്കും. ഇപ്പോൾ നോക്കിക്കോളൂ, ദേ നോക്കിക്കേ ഏത് പരുവത്തിലാണ് ഞാൻ അരച്ചെടുത്തതെന്ന്. തേങ്ങ ഇതുപോലെ നല്ല വെണ്ണ പരുവത്തിൽ തേങ്ങ അരച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ചേർക്കുക, ഒന്ന് ചൂടാക്കുക, കടുക് പൊട്ടിച്ചൊഴിക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങാക്കറി ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. എത്ര ഭംഗിയായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞു നോക്കിയേ. കടുക് പൊട്ടിച്ചതിൻ്റെ കൂട്ടത്തിൽ ഉള്ളി അരിഞ്ഞിട്ടു, ഉണക്കമുളക് ഇട്ടു, കരിവേപ്പില ഇട്ടു. അടിപൊളി. അയ്യോ, അടിപൊളി എന്ന് പറയരുതെന്നാണ് ആരുടെയും ഒരു വീഡിയോയിൽ നിന്ന് ഞാൻ പഠിച്ചത്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു ബേസ്ലെസ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ എത്ര നന്നായിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഒരു നല്ല കിടിലൻ മാങ്ങാക്കറി. സൂപ്പറാണ് കേട്ടോ, സൂപ്പർ. ട്രൈ ചെയ്ത് നോക്കണേ. അതിൻ്റെ ഫൈനൽ സ്റ്റേജ് കാണണ്ടേ? ഇങ്ങനെ ഞാൻ അതിനെ അങ്ങ് ഡെക്കറേറ്റ് ചെയ്തു. നല്ല ഭംഗിയില്ലേ കാണാൻ?